ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ഗ്രിൽഡ് ഫിഷ് എന്ന് കണ്ടില്ലേ ഹെഡിങ്? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്നൊക്കെ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ മീൻകാരൻ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ കടൽ മീനൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അത് കാരണം പുഴ മീനുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പിലോപ്പിയ ഉണ്ടോ? കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ. നമ്മുടെ കരിമീനിൻ്റെ ഒക്കെ ഒരു അപരൻ എന്ന് പറയും. അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ വെട്ടി തേച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാനപ്പോൾ ഇത്തിരി നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെതമ്പലുണ്ടല്ലോ, ചെതമ്പൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെത്തിയെടുക്കും. നമ്മൾ കരിമീനൊക്കെ ചെത്തിയെടുക്കണം പോലെ. എല്ലാ ഭാഗത്തുനിന്നൊന്നും പോന്നിട്ടില്ല, ചില ഭാഗത്തൊക്കെ അവിടെ ഒട്ടി പിടിച്ചന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെതമ്പലൊക്കെ പോയി, അതിൻ്റെ ആ കളറുണ്ടല്ലോ. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് രാവിലെ തന്നെ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ രാത്രി ആയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാനിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്തു. എന്നിട്ട് ഈ ഗ്രില്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തിരി വെളിച്ചെണ്ണ തടവി കൊടുക്കുക. വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത് എന്തിനാണെന്ന് മിക്കവർക്കും അറിയണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ എന്താ ഇതുമ്പോൾ ഗ്രില്ല് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രില്ലുമ്പോൾ ഒട്ടി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ വെക്കണത്, അല്ല വെളിച്ചെണ്ണ പറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് മീനൊക്കെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വയ്ക്കുമ്പോൾ ഒരു ഇത്തിരി അകലത്തിൽ വെച്ച് കൊടുക്കണതാണ് നല്ലത് കേട്ടോ. ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മാംസമൊക്കെ തമ്മിൽ അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ 2 ഭാഗം ഒരുപോലെ വെന്ത് കിട്ടും. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ബ്രഷിൽ മുക്കിയിട്ട് വെറുതെ ഒന്ന് തൂക്കി കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റിൽ തന്നെ ഇരിക്കും കേട്ടോ അതിൻ്റെ മാംസമൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കൊരു ഭക്ഷണം കഴിക്കുന്ന നേരം ആകുമ്പോഴത്തേനും നമുക്കത് ഗ്രില്ലായി കിട്ടും. ഞാനപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കൈ തട്ടാതെ നോക്കിക്കോളൂ. എനിക്ക് ഓവണിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ അതിൻ്റെ ഗ്രില്ലുമ്പോൾ കൊണ്ട് തട്ടാറുണ്ടായിരുന്നു. അങ്ങനെ അതേ ഫിഷൊക്കെ ഇവിടെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് സാലഡും കൂടി കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. കുറച്ച് കുക്കുംബറും കുറച്ച് തണ്ണിമത്തനും പിന്നെ ഒരു പഴത്തിൻ്റെ ചെറിയൊരു കഷ്ണവും പിന്നെ ഫിഷും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.